എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. മുള്ളാത്ത കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ടേസ്റ്റിലുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ സ്നാക്ക് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു മുള്ളാത്ത എടുക്കാം. അത് ഇതേപോലെ ഒന്ന് കൈ കൊണ്ട് പൊളിച്ചെടുക്കാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഈ ഇതളുകളെല്ലാം അടർത്തിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മുള്ളാത്ത വളരെ ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇനി ഓരോ ഇതളിൻ്റെ അകത്തു നിന്ന് അതിൻ്റെ വിത്ത് മാറ്റി കളഞ്ഞതിന് ശേഷം ആ ഫ്ലഷ് മാത്രം എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചില ഇതളുകളിലെങ്ങും വിത്ത് കാണത്തില്ല, എന്നാലും മിക്കവാറും എണ്ണത്തിലും ഇത് കാണും. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ ഈ വിത്തുകളൊക്കെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഏകദേശം ഒരു കപ്പോളം ഇതിൻ്റെ ഫ്ലഷ് മാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അത് ഈ ഒരു രീതിയിൽ ഇതിനെ നന്നായി പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് അതേപോലെ തന്നെ ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഇനി ഒരു ശകലം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഈ നമ്മൾ മുള്ളാത്ത അരച്ചതിൽ തന്നെ നന്നായിട്ട് അതിൻ്റെ വാട്ടർ കണ്ടൻ്റ് ഉണ്ട്. അപ്പം വേറെ ഒന്നും ഇതിനകത്ത് ഇനി ചേർത്ത് കൊടുക്കണ്ട. ഈ ഒരു രീതിയിൽ കൈ കൊണ്ട് തന്നെ നന്നായി നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ എണ്ണയിലേക്ക് നമുക്കിനി കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതേ അളവുകളെല്ലാം ചേർത്ത് തയ്യാറാക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിനുണ്ടാകുന്നത്. ഇനി കൈ കൊണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു രീതിയിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. 2-3 തവണയായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലൊരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഈ ഒരു രീതിയിൽ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. അത് വളരെ പെട്ടെന്ന് തന്നെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി 1-2 പ്രാവശ്യം കൂടി തിരിച്ചിടുമ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറായി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴേക്കും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. മുള്ളാത്ത കൊണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത രുചിയിലുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉണ്ണിയപ്പത്തിൻ്റെ അതേ രീതിയിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സ്നാക്കാണിത്. ഇനി ബാലൻസ് ഉള്ളതും ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു അളവിൽ ഏകദേശം 10 സ്നാക്കോളം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് 2-3 തവണ തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴേക്കും കോരി മാറ്റാം. മൈദ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കളർ മാറി കിട്ടുകയും ചെയ്യും. നല്ല സോഫ്റ്റുമാണ്. ഇത് നന്നായി പരുവായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും കോരി മാറ്റാം. എണ്ണയിൽ നിന്ന് കോരി മാറ്റി നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്കാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.